അത് പൂർണ്ണമായിട്ടും പിഴുതെറിയണം എന്ന് പറയുന്ന ഒരു ഭയമാണ്. മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. സുഭാഷിതങ്ങൾ 29:25 അതിനെ പറയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ജീവിതത്തെ എടുത്തു നോക്കിയാൽ അതിന്റെ 80% സമയം നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനെന്ന് പറഞ്ഞാൽ 3 ചോദ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ആരാണ്? അപ്പൊ നിരന്തരം ഞാൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും പ്രഭാതം മുതൽ വൈകിട്ട് വരെ ഞാൻ ആരാണ്, നമ്മെ തന്നെ നമ്മൾ ആരൊക്കെയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഈഗോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ വെളിപ്പെടുത്തുന്നൊന്നും ഉള്ളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കാണിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടാവുന്നില്ല, പക്ഷെ വിശ്വാസമുള്ളവരെ പോലെ കാണിക്കാം. പ്രാർത്ഥന ഉണ്ടാവുന്നില്ല, പ്രാർത്ഥിക്കുന്നവരെ പോലെ അഭിനയിക്കാം. സ്നേഹം ഉണ്ടാവുന്നില്ല, സ്നേഹിക്കുന്നവരെ പോലെ നമുക്ക് ജീവിക്കാം. ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എനിക്ക് എന്തെല്ലാം ഉണ്ട്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് വലിയ വീടുണ്ട്, എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാർ ഇതാണ്, എനിക്ക് മറ്റേതാണ്, മറിച്ച് അങ്ങനെ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ആഗ്രഹം ഈഗോയ്ക്കുണ്ട്. അപ്പൊ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോ ശരിക്കും കേട്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നു അഹങ്കാരമാണെന്ന് തോന്നുന്നു. അത് തന്നെ വരുന്ന. മൂന്നാമത്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളിലാണ്. നാട്ടുകാരും വീട്ടുകാരും കൂടെയുള്ളവരും എന്നെ അറിയുന്നവരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ള നമ്മളല്ലാതായിട്ട് മാറും. നമ്മൾ നിരന്തരം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ അവരെല്ലാം വിചാരിക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന ഒരു വിഷയം നാട്ടുകാരോ അയൽവക്കക്കാരോ മറ്റുള്ളവരോ എന്നാ വിചാരിച്ചാലും ഇപ്പൊ കുഴപ്പം. കുടുംബം ഒരുമിച്ചിരുന്ന് ധ്യാനം കൂടി പോയിട്ട് അവരൊരു തീരുമാനമെടുത്ത് ഏതായാലും അങ്ങനെ കല്യാണം വരുന്നില്ലേ, നമ്മുടെ ഭവനത്തിൽ ഈ വീടിനുള്ളിൽ നമ്മൾ ഇനി മദ്യപാനം ഇല്ല. കൂടെ വന്ന അളിയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ബന്ധുക്കളൊക്കെ വരുന്നില്ലേ, വീട്ടുകാരൊക്കെ വന്നല്ലേ, അവരൊക്കെ വിചാരിക്കും. ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് പിള്ളേര് പറഞ്ഞ് അവരെന്നാ വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. മറ്റുള്ളവർ എന്നാ വിചാരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യമല്ലല്ലോ അല്ലേ. അവരെന്താണ് വിചാരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അവന് ഇഷ്ടമുള്ളത് വിചാരിക്കാനും വിചാരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്മ എന്തെന്ന് തീരുമാനിക്കാനോ ആലോചിക്കാനും ഉറപ്പിക്കാനുള്ള തീരുമാനം കുടുംബത്തിനല്ലേ. അപ്പൊ പിള്ളേര് പറഞ്ഞ് അളിയനോട് പറഞ്ഞ് അമ്മയുടെ സഹോദരനോട് പറഞ്ഞു, അതെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് തീരുമാനമെടുത്ത. പിന്നെ എന്റെ കല്യാണമല്ലേ, എന്റെ കല്യാണത്തിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യം വീട്ടിൽ വിളമ്പുന്ന സാഹചര്യമില്ല. ഇപ്പൊ വിളമ്പിയില്ലെങ്കിൽ ഇനിയിപ്പോ അളിയൻ വീട്ടിൽ വന്നില്ലല്ലോ, അളിയൻ വീട്ടിൽ വരാതായാലോ, ഇനിയിപ്പോ അയൽവക്കക്കാരെ വീട്ടിൽ കയറാതിരുന്നാലോ, കൂട്ടുകാരി ഫംഗ്ഷൻ വന്നില്ലല്ലോ, കല്യാണം നടക്കുകയല്ലേ. നമ്മള് തെറ്റിദ്ധാരണയാണ്, ഇവരൊക്കെ വന്നില്ലെങ്കിൽ വന്നാലേ കല്യാണം നടക്കുള്ളൂ. ചിലപ്പോൾ ഒരു പരാതിയുടെ കല്യാണത്തിലൂടെ ഭംഗിയായിട്ട് നടക്കും. ചിലവരുണ്ട് എന്റെ ചാരം കൊണ്ട് കാണുന്ന എല്ലാത്തിനും അഭിപ്രായമുണ്ട് ചിലർക്ക്. എന്നാ ഒന്നും ചെയ്യുകയില്ല, ഒരു സഹായം ചെയ്യുകയില്ല, ഒന്നും. പക്ഷെ വന്ന് കയറി കഴിഞ്ഞാൽ കയറുന്ന സമയത്തിൽ ഇറങ്ങുന്ന സമയം അഭിപ്രായിച്ചോ അത് അങ്ങനെ ചെയ്യായിരുന്നു, ഇതിങ്ങനെ ചെയ്യായിരുന്നു, പക്ഷെ അത് അങ്ങനെയായിരുന്നു ഇച്ചിരി നല്ലതായിരുന്നു, ഇതിനോട് അത് ആ ചിക്കന് പകരം മട്ടൺ ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതല്ലായിരുന്നു. പിന്നില് ചിക്കന്റെ വില എത്ര, മട്ടന്റെ വില നിരക്കൽ ഇറങ്ങിയതുള്ളൂ ചോദിച്ചപ്പോ. അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന്റെ അഭിപ്രായം പറയും, മനുഷ്യന്റെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും എന്ന് കരുതി മനുഷ്യന്റെ അഭിപ്രായത്തിനനുസരിച്ചല്ല നമ്മുടെ ആലോചനകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മനുഷ്യൻ എന്ത് വിചാരിക്കും, നമ്മുടെ യഥാർത്ഥ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റാതെ പോകും. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാമോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്വയം സന്തോഷം നഷ്ടപ്പെടുത്തിയും ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിസമ്മതിക്കുകയും വിപരീത വഴികളിലൂടെ സഞ്ചരിക്കുക കൂടി ചെയ്യും. എന്തിനാണെന്നറിയോ, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി. കാരണം മനുഷ്യരെ ഭയമാണ്. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, മനുഷ്യരെ ഭയപ്പെടുന്നത് ഒരു കെണിയാണെന്നാണ് വചനം പറയുന്നത്. ഒരു കെണിയാണ്. ഈ കെണിയിൽ അകപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം തീരുമാനങ്ങളാണ്, ഏതെല്ലാം വഴിക്കാണെന്ന് ദൈവമക്കൾ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ.
മനുഷ്യനെയും മറ്റുള്ളവരെയും ഒക്കെ ഭയപ്പെട്ട് നമ്മുടെ ഒരു ആത്മീയ സ്വാതന്ത്ര്യവും നമ്മുടെ യഥാർത്ഥമായ ജീവിതവും അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കണ്ടേ.